ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് ഞാനും ചിന്നു എന്താണേ ഞങ്ങൾ രണ്ടാളും കുട്ടികളും ഒറ്റക്കാണ് പെരയിൽ കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ പരിപാടികൾ എന്നൊക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം. രാവിലത്തെ ചായയും കടി അതൊക്കെ ആയിട്ടോ. ബാക്കി പരിപാടികൾ എന്താണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റൂം കയറി വാതിലടിച്ച് അതിനാണ് പട നെലോളി കേൾക്കുന്നത്. അപ്പോൾ അതൊന്ന് പോയി ആദ്യം പരിഹരിക്കട്ടെ. അപ്പോൾ അതാ ബേബി പെരയിലില്ല. ബേബി എന്താ പോലെ അളിയൻ്റെ ഉമ്മനെയൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചാൻ വേണ്ടിയിട്ട് ബേബി പോയിന് കേട്ടോ. അപ്പോൾ ബേബി പെരയിലില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞങ്ങളെ കുട്ടികളുമാണ് ഇന്ന് പെരയിലുള്ളത്. ഒരു തുടിയിലൊന്നും ഒതുക്കി വെച്ചാലില്ല, അത് ആ സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് ഇറപ്പാക്കും. അപ്പോൾ ഞാൻ ആ കസാലയും ഇതൊക്കെ നേരാക്കി വെച്ച് അതപ്പോൾ തന്നെ അവിടെ തിരിച്ചിടും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെളിങ്ങനെ കാട്ടിക്കൊണ്ട് കിട്ടും. അപ്പം എൻ്റെ റൂം തട്ടിക്കൊട്ടലും വിരിക്കലും ഒക്കെ കഴിഞ്ഞ് ചിന്നു മേലേക്ക് പോയിന്. ചിന്നുൻ്റെത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിന്നു പോയിന്. അപ്പം നമ്മളെന്താണ് കൂട്ടാണ്ടാക്കണത്, ചോറെന്താ എല്ലതും നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് കരുതിയത്. അപ്പോൾ അതിന് നിങ്ങളെ ഓലെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. രണ്ടും കുപ്പായിട്ടിട്ടില്ല. അപ്പോൾ ഓലെ കാണിച്ചു തരാനും പറ്റില്ല. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ റൂം എൻ്റെ തട്ടിക്കൊട്ടലും വിരിച്ചിലൊക്കെ കഴിഞ്ഞിന് ഓല ഇരിക്കണതിനോട് ഓല കാണിച്ചു തരാൻ പറ്റൂല. രണ്ടും കുപ്പായിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഓല കാണിച്ചണില്ല. ജനാലൊക്കെ പിന്നെ ഞാൻ തുറന്നിട്ടിക്കണ. റൂമിൻ്റെ ചുമരിൻ്റെ കോലൊന്നും പിന്നെ നോക്കണ്ട കേട്ടോ. ഫുള്ളും അലമ്പാണ്. ദോശപ്പും കറിയൊക്കെ ഓല് തിന്നിക്കണത് പറയാനും വേണ്ടിയിട്ടാണ് പൈന് രണ്ടാളും തിന്ന് അതിന് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പം ഇനി വിരിച്ചതൊക്കെ വെറുതെ കേട്ടോ. ഒരു 5 മിനിറ്റായിട്ട് നിൽക്കും വിരിച്ചതൊക്കെ. ഇപ്പം തന്നെ ഓല് കയറി മായലോട്ട് നിൽക്കുന്നത്. പിന്നെ അപ്പം ഇനി ബാക്കി ഞങ്ങളെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിന്നു ആ മുണ്ടെടുത്തൊക്കെ മോളെ. അപ്പോൾ ചിന്നുണ്ട് പുറത്ത്. പിന്നെ നീലും ഉണ്ട് കേട്ടോ. ബേബിൻ്റെ ചെറുതുണ്ട്. വലിയ സ്കൂളിൽ പോയി. ചെറുത് ഇവിടെ ഉണ്ട്. ഓന് ചെറിയൊരു ചൂടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓനൊന്ന് നഴ്സറി വിടണില്ല കേട്ടോ. ചിന്നു എവിടെ കഴിഞ്ഞോ? അപ്പോൾ ചിന്നു അടിച്ചു തരാൻ പോയിന്. വീഡിയോ എടുക്കുക. അപ്പോൾ ചിന്നു മുകളിൽ കേട്ടോ. ചിന്നു അടിച്ചു തരാണ്. അപ്പോൾ അപ്പോൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിന്. കറിക്ക് ഇന്ന് ഞങ്ങൾക്ക് ചിക്കനാട്ടോ കിട്ടിയത്. അപ്പം ചിക്കൻ ഞാൻ മസാല തേച്ച് വെച്ചിന്. കടായി ആക്കാന്ന് കരുതിയാണ്ട് മസാല തേച്ച് വെച്ചത്. അപ്പോൾ കറിക്കൊന്നും ഇല്ലേനി കേട്ടോ. അപ്പോൾ ചിന്നു മമ്പയർ വെള്ളത്തിലിട്ടാണ്. അപ്പം ഇനി എല്ലാ പരിപാടി കഴിഞ്ഞിട്ടേക്കാരെ കറി ഉണ്ടാക്കുക. കാരണം അത് പൊതിരണ്ടേ. അപ്പം എല്ലാ പരിപാടി കഴിഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കുക കേട്ടോ. ഇപ്പം ഇട്ടിട്ടുള്ളൂ. നേരെ വെളുത്താര ഇട്ടതാട്ടോ. കറിക്കൊന്നും ഇല്ലല്ലോ എന്ന് കരുതിക്കാണ്ട് നേരെ വെളുത്താര ഇട്ടതാണ്. പിന്നെ ചായക്കൂടിയൊക്കെ ഞങ്ങളത് കഴിഞ്ഞ് ദോശയാണ് കേട്ടോ. ദോശയും ഇന്നലത്തെ മീൻകറിയൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ എന്താണ് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതാ ചോറിനില്ല വെള്ളം വെച്ചിട്ടോ. അപ്പോൾ ചോറിനില്ല വെള്ളം തിളക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് തോലൊലിച്ച് നമുക്ക് റെഡിയാക്കാം. പിന്നെ തോലൊലിച്ചുമ്പോഴത്തേനും വെള്ളം തിളച്ചോളൂ. അപ്പോൾ നമുക്ക് അരിയിടും ചെയ്യാം. അങ്ങനെയാണ് വേഗം പണി തീർക്കൽ. ഇനി കത്തിയൊന്നും കൊണ്ടാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ചിന്നു ഇതാ അടിച്ചേരി അടുക്കളയിൽ എത്തിക്കണല്ലേ. അടിച്ചേരി തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടോ. അപ്പോൾ അടുക്കളയിൽ എത്തിക്കണ്. അപ്പോൾ ഞാനിത് അവിടെ തൊലിച്ചലും പൊടിച്ചലൊക്കെയാണ് എൻ്റെ പണി. ചിന്നു അടിച്ചേരലും ഇതിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് പണി തീർക്കുകയാണ്. എന്തിന് അപ്പോൾ മുഖം കാണിച്ചാലോ? മുഖം കാണിച്ചണ്ടെന്ന് പറഞ്ഞു. തട്ടം ചിന്നു ഇങ്ങനെ ചുരുട്ടി കെട്ടിയേക്കാം. അപ്പോൾ മുഖം കാണിച്ചണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടി കെട്ടത്. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുന്നതിനോടാണ് ഇങ്ങനെ ഇട്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയായിട്ട് കെട്ടൽ. അപ്പോഴാണ് ഒരു സ്പീഡൊക്കെ കിട്ടുള്ളൂ പണിയെടുക്കാനല്ലേ. അപ്പോൾ നമ്മളെ വെള്ളം തിളക്കൽ തുടങ്ങിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് കഴുകിയപ്പോഴത്തേനും നമ്മളെ വെള്ളം തിളച്ച്. അപ്പം ഞാൻ അരി ഇടട്ടെ കേട്ടോ. അത് അരിയൊക്കെ അരിയിട്ട് വേഗം നമ്മളെന്താട്ടി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ചിന്നു അപ്പോഴത്തേനും തുടക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ചിന്നു തുടക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച് ചിക്കനൊക്കെ ഇട്ടാൽ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയാലോ. അപ്പോൾ പിന്നെ ചിക്കൻ ഇട്ടിട്ട് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ അരിയാന്ന് കരുതിയാണ്ട് അതിനടുപ്പത്ത് വെച്ചിന്. എന്താ കുട്ടികളെ
ഞാനതാ ഉള്ളിയും തക്കാളി അരിയലും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കി ചിക്കൻ പൊരിച്ചൽ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് നമുക്ക് ഈ ചട്ടിക്ക് തന്നെ ഉള്ളിട്ടിക്കാണ്ട് കൂട്ടാനാക്കട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി. കറി പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് കരുതിയത്. കൂടി ഒന്ന് പൊതിർന്നാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് കരുതിയത്. ചോറും പിന്നെ നമ്മളെ കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടോ. ചോറും കൂട്ടാൻ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കറി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ കരുതി നിൽക്കുകയാണ്. അപ്പോൾ ചിന്നുവിൻ്റെ തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞ് അതിനുവിനെ കുളിപ്പിക്കൽ തുടങ്ങിട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. നിൻ്റെ തിരുമ്പലും ഐസമ്മൂൻ്റെ കുളിയൊക്കെ ഇനി ബാക്കിൽ കിട്ടോ. അപ്പോൾ ചിന്നുവിൻ്റെ കഴിഞ്ഞ് ഇനി ഞാനും കൂടി ഇൻ്റെ കൂടി തീർക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഞങ്ങളെ പണികൾ കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞ് രണ്ടാളാകുമ്പോൾ പിന്നെ വേഗം തീരുമല്ലോ. അപ്പോൾ വേഗം ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളിങ്ങനെ ഇരിക്കും. കുട്ടിക്ക് ചോറ് എടുത്തിട്ട് പിന്നെ ഓല ഉറക്കും, പിന്നെ ഞങ്ങൾ ഉറങ്ങും. നമ്മളതൊന്നൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ തിരുമ്പാൻ പോട്ടെട്ടോ. പണികളൊക്കെ കഴിഞ്ഞു. ഈ തിരുമ്പിക്കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളെ കൂട്ടാനും ചോറൊക്കെ റെഡി ആയിട്ടോ. മമ്പയർ ഇത് എങ്ങനെയായിട്ട് ഉണ്ടാക്കിയത്, അധികം വെള്ളമല്ലാതെ അങ്ങനെ, എന്നാൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ ചോറും പോവാട്ടോ. അങ്ങനെ അതാ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ചോറ് തിന്ന് കുറച്ചായിട്ടോ. ഐസമ്മൂനും കൊടുക്കുന്നുണ്ട്. ഞാൻ തിന്നലാണെങ്കിൽ ഐസമ്മൂന് കൊടുക്കണേനോടാട്ടോ ചോറ് അനങ്ങിയത്. പിന്നെ അതാ നമ്മളെ ചിന്നൂനൊന്നും വീഡിയോയിൽ കണ്ടില്ല അല്ലേ? നമ്മളിപ്പോ 2 ദിവസമായിട്ട് 2 ദിവസം അല്ലല്ലേ, 5 ദിവസം ഞാൻ വന്നതല്ലേ, 5-6 ദിവസമായി ഒപ്പരന്നാണ്. അപ്പൊ ഞങ്ങള് ചോറ് തിന്നാണ് അല്ലേ. അത് മാത്രമല്ല നമ്മളിപ്പോ നേരത്തെ തിന്നല്. ഇപ്പൊ നേരത്തെ പണി ചോറുന്നലൊക്കെ നേരത്തെ തീരും കേട്ടോ. അപ്പൊ ഞങ്ങൾ ചോറ് തിന്നാണ്. അങ്ങനെ നമ്മള് ചോറ് തിന്നാട്ടോ. ചോറ് തിന്നാ കൈകൊണ്ടൊക്കെ അപ്പൊ ഞാൻ ഫോൺ പിടിച്ചത്, ചോറ് ഒഴിവാക്കിക്കാണ്ട് ഫോൺ പിടിച്ചതാട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങൾ ഒപ്പരന്നാണ്. അപ്പോൾ മക്കൾ കുപ്പായം ഇട്ടിട്ടില്ല, എന്നിട്ട് പോലും ഞങ്ങളെ വീഡിയോക്ക് ഇങ്ങനെ വരും ചെയ്യും. 2 കുപ്പായം ഇടൂല കേട്ടോ. കുപ്പായം ഇടാതെ അങ്ങനെ നടക്കും. അപ്പോൾ നേരത്തെ തന്നെ ചോറ് തിന്നല കേട്ടോ. ഇന്ന് ഞങ്ങൾ നേരത്തെ ചോറ് തിന്നു. ചിക്കൻ കടായും മമ്പയർ ഉപ്പേരി അല്ല കറി അല്ലാത്തൊരു മോഡലിൽ കൂട്ടാനൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം ഞങ്ങൾ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പണിയൊക്കെ ഞങ്ങളത് കഴിഞ്ഞ് ജഡ്മാറിയുന്ന വീട്. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇനി ഇങ്ങനെ ഈ മക്കളെ പെരുക്കി നടക്കും. വൈകുന്നേരമായ പറയും വേണ്ട, എന്താക്കും മുറ്റത്തേക്ക് ഇറങ്ങും. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിലും മണ്ണിലും അങ്ങനെ കളിയും വീടി. ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം ആയാൽ പിന്നെ ഒരു ഇരിക്കാൻ കഴിയൂല അല്ലേ ചിന്നു? ഫുള്ള് ഇറങ്ങും. ഞാൻ കഷ്ണം പറിച്ചിട്ടോ. ഞാൻ പറഞ്ഞിണേ മുറ്റത്ത് ഇറങ്ങിയാൽ ഇപ്പോഴും നട്ടുച്ചക്ക് നല്ല വെയിലാട്ടോ. ഇപ്പം നല്ല വെയിലാണല്ലോ, മഴയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഈ വെയിലത്ത് മുറ്റത്തേക്ക് ഇറങ്ങൂല് നട്ടുച്ചക്ക്. കൈ കണ്ണിലാക്കണ്ടിട്ട് എരിയും. നമ്മൾ ചോറുന്നാനും കൂടി ഒരു ഇതില്ല. അപ്പോൾ വെള്ളം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്നട്ടെ. എന്നിട്ട് ഞങ്ങൾ വില പൊടിച്ച് റൂമിലിട്ട് പൂട്ടും. റൂമിലിട്ട് പൂട്ടല്ല, എന്നാലേ അമ്മേരുള്ളൂ. എന്നിട്ട് റൂമിലിട്ട് പൂട്ടിയിട്ട് പിന്നെ ഉറങ്ങിയാലേ ഒന്ന് സൈലന്റ് ആവുള്ളൂ. പേര ഇല്ലേ പേര് ഒച്ചപ്പാടും ആട്ടെടുത്ത് ചിന്നൊന്നും മുണ്ടില്ല കേട്ടോ. ചോറുന്നല്ലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ. ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. രാവിലത്തെ ഞങ്ങളെ കുറച്ച് ഇത് എന്താ പറയാ, രാവിലത്തെ എന്നും ഇങ്ങനെ നല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ഒരു കലാപരിപാടികൾ ഇങ്ങനെയാണ്. പെട്ടെന്ന് ഇപ്പോൾ തീർക്കലാണ് കഴിയണത് പണി. എന്നിട്ട് വേഗം ചോറൊക്കെ തിന്നലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നേരത്തെ തിന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കുറേ വൈകിയാട്ടോ തിന്ന. 3 മണിക്കൊക്കെ തറവാട്ടിൽ അതിനൊന്ന് സ്ഥിരം ഞങ്ങൾ 3 മണിയായിട്ട് ഇനി ചോറ് തിന്നല്. എന്നിട്ട് ഇങ്ങനെ ഗ്യാസും പ്രശ്നവും ഒക്കെ ആയിട്ട് ഇപ്പം നേരത്തെ തിന്നണതിനോട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി മുതൽ നമുക്ക് നേരത്തെ തിന്നാം. അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.